പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു. അങ്ങനെ നമ്മളിതാ തൃപ്പൂണിത്തുറ എത്തി ഡ്രസ്സ് എടുക്കാനായിട്ട് കയറി ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഡ്രസ്സ് കിട്ടിയത് കല്ലുമോക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇനി വേറെ കടയിൽ കയറണം. അമ്പുക്കുട്ടനും കിട്ടി, അച്ചുവിനും കിട്ടി. അങ്ങനെ ഇനി വേറെ കടയിൽ കയറാൻ പോവാം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ കല്ലുമോക്ക് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഇനി ഡ്രസ്സൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ സ്റ്റാച്ചുവിൻ്റെ അവിടെ കൃഷ്ണനെ ഞങ്ങളങ്ങനെ അത് കാണാൻ വേണ്ടി പോയിട്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട്. ആ ഓഡിറ്റോറിയം ഫുള്ളായിട്ട് കൃഷ്ണന്മാരിരിക്കുന്ന കാണാം. ഹാള് നിറയെ ഉണ്ട് കേട്ടോ കൃഷ്ണന്മാരെ. നമുക്ക് പിന്നെ അവിടെ നടുക്കിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാം. അങ്ങനെ ഞങ്ങളിതാ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കല്ലൂനെയൊക്കെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുത്തി കുറേയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഞങ്ങളിതാ അവിടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, കുഞ്ഞി കൃഷ്ണന്മാരെയൊക്കെ കാണാനായിട്ട്. ഇതൊക്കെ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ ഇടുകയാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ കാണുന്ന ആ ഒരു കുഞ്ഞി കൃഷ്ണനെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ കുറച്ച് അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ കണ്ടു. പിന്നെന്താ താമരപ്പൂ അതുമൊക്കെ ഞങ്ങൾ കണ്ട്. വെള്ളത്തിലിടുന്ന അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് കേട്ടോ, അതും കൊള്ളാം. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കല്ലുമോളെ അവിടെ ഇരുത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കല്ലുമോൾ ഇരിക്കുന്നുണ്ടായില്ല, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വിളിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഇനി ഇരുന്നത്. പിന്നെ അമ്പുക്കുട്ടൻ അവിടെ ഓലക്കുഴൽ കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് പിന്നെ അതും കൂടി കയ്യിൽ കൊടുത്തിട്ട് കുറച്ച് നേരം ഇരുത്തി വന്ന് ഫോട്ടോസൊക്കെ എടുത്ത്. പിന്നെ ചേട്ടനും അനിയനും കൂടി കൃഷ്ണന്മാരുടെ നടുക്കൂടെയൊക്കെ നടക്കുവാണ്. അങ്ങനെ കുറച്ച് നേരം അവരവിടെ നിർത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് കൃഷ്ണനെ. അത് നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കൃഷ്ണൻ. അപ്പോൾ ഞങ്ങളങ്ങനെ കണ്ടപ്പോൾ ഒന്ന് അവിടെ കയറി ഫോട്ടോസൊക്കെ എടുത്ത്. അത് കഴിഞ്ഞപ്പോൾ കല്ലുമോൾക്ക് ഉടുപ്പെടുക്കാനായിട്ട് കയറിയേക്കുണ്ട്. അപ്പോൾ കല്ലുമോൾക്ക് ആ പാവേനെ കണ്ടപ്പോൾ അത് വേണം. അപ്പോൾ ഉടുപ്പെടുത്ത് ബില്ലടിക്കുന്ന കൗണ്ടറിൽ വന്നപ്പോൾ അതിനോട് ഭയങ്കര സ്നേഹം. അങ്ങനെ നമ്മുടെ വീട്ടിൽ 2 എണ്ണം ഉണ്ട്, പക്ഷേ ഇതിനെ കണ്ടപ്പോൾ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടം. പിന്നെ അതവിടെ വെച്ച് വലിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം നമ്മൾ പച്ചക്കറി മേടിക്കാൻ വേണ്ടി രാവിലെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ മേടിക്കുന്ന പച്ചക്കറി. ഇത് അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ച് നമ്മൾ ഇനി തൃപ്പൂണിത്തുറയ്ക്ക് പോവുക കേട്ടോ. കുറച്ച് സാധനങ്ങൾ നമുക്ക് മേടിക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങി. ഈ സമയത്ത് കല്ലുമോൾ ഉണർന്നു. അങ്ങനെ കല്ലുമോളോട് കുറച്ച് നേരം ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മയും അമ്പുക്കുട്ടനും ഓൾറെഡി പോയിട്ടുണ്ട് അവർ ഓട്ടോയ്ക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ 3 പേരും കൂടി ചെല്ലണം. അപ്പോൾ അമ്പുക്കുട്ടനെ അങ്ങനെ അമ്മയുടെ ഒപ്പം വിട്ടിട്ട് പിന്നെ ഞാനും അച്ചുക്കുട്ടനും നിമോചനും കൂടി പോവുകയാണ്. അപ്പോൾ അച്ചുക്കുട്ടൻ കളിക്കാൻ പോയി. പിന്നെ അച്ചുക്കുട്ടനെ അവിടെ നിന്നും കൂടി വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് നമ്മൾ തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ പോണ വഴിക്ക് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. വിഷുവിൻ്റെ തലേദിവസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു റോഡയിൽ. ഇതിലെ അമ്മ കണി വെക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് എന്തായാലും പച്ചക്കറിയൊക്കെ മേടിച്ച് കണി വെക്കാനുള്ളത് അമ്മ രാവിലെ അങ്ങനെ നമ്മൾ അമ്മേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ 2 പേരും അവിടെ കടയിൽ നിൽപ്പുണ്ട്, പൂജാ സാധനങ്ങൾ മേടിക്കാൻ നിൽക്കുന്നുണ്ടോ. അതൊക്കെ കഴിഞ്ഞ് റിലയൻസിൽ വന്നു. റിലയൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ അവിടെ കണി ഒരുക്കിയേക്കുന്നതാണ് കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തതാണേ. അങ്ങനെ റിലയൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ മേടിച്ചിട്ട് നമ്മളിനി വീട്ടിലോട്ട് പോവുക കേട്ടോ. അപ്പോൾ അമ്മേനോടും അച്ഛനോടും ഓട്ടോ കയറി പൊക്കോളാൻ പറഞ്ഞു, ഞങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ച സാധനങ്ങൾ ഫുള്ളായിട്ട് മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ. അപ്പോൾ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതും പിന്നെ കണി വയ്ക്കാനായിട്ട് വാങ്ങിച്ചതും പിന്നെ നമുക്ക് അപ്പുറത്ത് ആൻറ്റി കുറച്ച് പടക്കമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു. ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ബൈ ബൈ.